السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി സദാ നന്മകളിൽ മത്സരിക്കേണ്ടവനാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നന്മ തിന്മകളുടെ വിഷയത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്താണെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ. ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക. നിങ്ങളോട് ചെയ്യരുത്, അത് പറയരുത്, അതിലേക്ക് നോക്കരുത്, ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മാറി നിൽക്കുക, അതിൽ നിന്ന് കൈയൊഴിയുക. വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതുൻ. കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഒരു പക്ഷേ ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ നന്മകളും ഒരു പക്ഷേ ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാലും അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ആയുസ് എത്രയാണെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ പരലോകത്തേക്ക് വേണ്ടി ഒന്ന് അധ്വാനിക്കട്ടെ എന്നുള്ള രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി നന്മകളിൽ മത്സരിക്കുക എന്നുള്ള പ്രകൃതമാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടം എന്ന് പറയുമ്പോൾ എത്ര വലിയ തിന്മകൾ ചെയ്യുവാനും ആ ചെയ്തു കൂട്ടിയ തിന്മകളെ ഏതൊക്കെ രൂപത്തിൽ മറച്ചുവെച്ച് നമുക്ക് നടക്കുവാനും ആ രൂപത്തിലൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധമാണല്ലോ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഈ അടുത്തായി വാർത്താമാധ്യമങ്ങളിലൂടെ, സമൂഹത്തിൻ്റെ സംസാരങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് മരണവാർത്തകൾ, തുടരെ കൊണ്ടിരിക്കുന്ന മരണവാർത്തകൾ, വിശ്വാസികളെ നമുക്കതിലൊരുപാട് പാഠമുണ്ട്, നമുക്കൊരുപാട് ചിന്തിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സന്ദർഭത്തിൽ, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് നന്മയുടെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.